സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. മാനവികതയുടെ മംഗല്യപ്പൊലിമ. ദേശമംഗലം MSA യതീംഖാനയിൽ 5 യുവതികൾക്ക് കൂടി വിവാഹം. മാതൃകാപരമായ കൈത്താങ്ങ്. പാവപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പഠനാനന്തരം മാന്യമായ വിവാഹ ജീവിതത്തിലേക്ക് കൈത്താങ്ങായി ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യതീംഖാന മാതൃകയാവുകയാണ്. സ്ഥാപനത്തിലെ അന്തേവാസിനികളായ 5 യുവതികൾ കൂടി വിവാഹിതരായതോടെ ഇവിടെ പഠനം പൂർത്തിയാക്കി മംഗല്യ ജീവിതത്തിലേക്ക് കടന്നവരുടെ ആകെ എണ്ണം 196 സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകി. പഠനത്തോടൊപ്പം തന്നെ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിനികൾ അവർക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് കൂടി അവരെ പ്രവേശിപ്പിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട്. ഉദാരമതികൾ സഹായിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സ്വർണവും മറ്റ് വിവാഹ ചെലവുകളുമെല്ലാം ഇവിടെ നിന്ന് തന്നെ നൽകിക്കൊണ്ടാണ് ഇത് നിർവഹിക്കുന്നത്. ഓരോ വർഷവും പല തവണകളിലായിട്ട് ഇവിടെ വൈവാഹിക കർമ്മങ്ങൾ നടക്കാറുണ്ട്. ഇന്നിപ്പോൾ 5 കുട്ടികൾക്കാണ് നമ്മൾ വിവാഹം ചെയ്തു കൊടുത്തിരുന്നത്. മൊത്തം നമ്മുടെ യതീംഖാനയുടെ ചരിത്രത്തിൽ 196 കുടുംബങ്ങൾക്ക് അവരെ വൈവാഹിക ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊരു ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. പാവപ്പെട്ടവർക്ക് പഠനത്തോടൊപ്പം തന്നെ ജീവിതവും നൽകുക എന്നുള്ള വലിയ സന്ദേശമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഉദാരമതികളുടെ സഹായമാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്, കഴിവുള്ളവർ ഇതിനുവേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് പാവപ്പെട്ട പ്രത്യേകിച്ച് അനാഥകളും അഗതികളുമായിട്ടുള്ള ആ കുട്ടികളെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് കൂടി. പാലക്കാട് സ്വദേശിനി ആഷിഫ ഫാദിലയെ, വരോട് സ്വദേശി ഷാബിറും, വാൽപ്പാറ സ്വദേശിനി ഫൗസിയയെ, വാൽപ്പാറ സ്വദേശി സിദ്ദിഖും, ദേശമംഗലം സ്വദേശിനി ഹബീബ ഫദീലയെ, ഇറുമ്പകശ്ശേരി സ്വദേശി ഷുഹൈബും, എറണാകുളം വെങ്ങോല സ്വദേശിനി ഷഹീദ ഫാദിലയെ, പൂച്ചാക്കൽ ആഷിഖ് മിർസഖൌനിയും, പൊന്നാനി സ്വദേശിനി അൻസിയ ഫാദിലയെ ബഷീർ പൊന്നാനിയും വിവാഹം കഴിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ സ്ഥാപനത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ 100 കണക്കിന് ആളുകളാണ് വധൂവരന്മാരെ ആശീർവദിക്കാനെത്തിയത്. ഹാജി PTP തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, MP അബ്ദുള്ള കോയ തങ്ങൾ, TM ഹംസ മാസ്റ്റർ, മാനേജർ TP ഹംസ, അജ്മൽ ഹുദവി, അബ്ദുൽ ഖാദർ ഫൈസി, തലശ്ശേരി മഹൽ ഇമാം ഷിഹാബുദ്ദീൻ കമാലി, ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. വൈജ്ഞാനികമായ പ്രസരണം നടത്തുന്ന ഏറ്റവും പ്രഗത്ഭയായ അധ്യാപികയെ ചിലരൊക്കെ പറയാറില്ലേ, ആയിഷ ബീവിനെ വളരെ ചെറിയ കാലത്താണ് റസൂലുള്ള വിവാഹം ചെയ്തത്. അങ്ങനെയൊക്കെ വിവാഹം ചെയ്ത ഒരു ബാല വിവാഹം എന്ന് പറയുന്ന ഒരു പണി ചെയ്തു എന്നൊക്കെ പറയാറില്ലേ. ആ റസൂല് ചെയ്തത് അങ്ങനെയല്ല. അഷ്റഫുൽ ഹൽഖ ആ സ്ത്രീ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും അവരുടെ ദൈക്ഷണികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള അവരുടെ സംഭാവനയെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അവർ വലിയ അധ്യാപികയായിരുന്നു. 4000-ഓളം വരുന്ന ഹദീസുകളെ ലോകത്തിന് സമർപ്പിച്ച ഇസ്ലാമിൻ്റെ ദൈക്ഷണിക പ്രഭാവത്തിൻ്റെ പേരാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ഒരു കുടുംബിനി എന്നത് മാത്രമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിയുന്നതും ചിലപ്പോൾ സഹോദരിമാരോട് പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ മസ്അലകളെ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞ അതിപ്രഗത്ഭയായ ഒരു അധ്യാപികയായി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മാറി. ന്യൂസ് ഡെസ്ക് CCV.